നമസ്കാരം. 2020 ചക്കകൾ ചീയുന്നു, NDA നാറുന്നു. സാബു എം ജേക്കബ് എന്തുകൊണ്ടാണ് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കാത്തത്? വാർത്തയിലേക്ക് വരാം, വിശദമായി തന്നെ നോക്കാം. കഴിഞ്ഞ ദിവസമാണ് റിയാലിറ്റി ഷോയിലെ കുറെ ആളുകളെയൊക്കെ 2020 സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത്. അഖിൽമാരാര് തൃക്കാക്കരയിൽ അങ്ങനെ പല ആളുകളെയും ഒക്കെ പ്രഖ്യാപിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ആദ്യം മൂപ്പരുടെ പ്രഖ്യാപനം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തോ പുതിയ റിയാലിറ്റി ഷോ തുടങ്ങാൻ പോകുന്നതിന്റെ വല്ല പ്രഖ്യാപനമായിരിക്കും എന്നാണ് കരുതിയത്. പിന്നെയാണ് മനസ്സിലായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആളുകളെ നിർത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളതെന്ന്. ഇനിയിപ്പോ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ ഇവരെയൊക്കെ മാത്രമാണ് ഇനി മൂപ്പരെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താനുള്ളൂ. എന്തോ ആകട്ടെ, ഇപ്പൊ നിർത്തിയവരൊക്കെ വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് NDAക്ക്. പെരുമ്പാവൂരിൽ മത്സരിക്കുന്ന ലക്ഷ്മി പ്രിയയ്ക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തതുകൊണ്ട് മത്സരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇന്നലെ നമുക്ക് എല്ലാവർക്കും അറിയാം, പെരുമ്പാവൂരിൽ ഒരു റോഡ് ഷോ ഒക്കെ നടത്താനിരിക്കുകയായിരുന്നു. നാണം കെട്ട് അവസാനം ഈ ഫ്ലെക്സ് ഒക്കെ എല്ലായിടത്തും നോക്കെടുത്ത് മാറ്റി. അതുപോലെ തന്നെ ഇപ്പൊ കേൾക്കുന്നു ഏറ്റുമാനൂരിൽ സ്ഥാനാർത്ഥിയായിരുന്ന വീണ നായർക്ക് മത്സരിക്കാൻ കഴിയില്ല. എന്താണ് കാരണം? വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എന്നുള്ളതാണ്. വീണ നായർ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ആ വിവരം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. നടക്കാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികൾക്ക് പോലും തങ്ങളുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. രണ്ടാമത്തെ കാര്യം, സ്ഥാനാർത്ഥിയെ നിർത്താനായിട്ട് നടക്കുന്ന പാർട്ടികൾക്ക് പോലും തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഇത്രയൊക്കെ ഇവർക്ക് ഈ ഇലക്ഷനിൽ ഒരു പ്രതിബദ്ധതയുള്ളൂ എന്നുള്ളതാണ്. അതുപോലും അറിയാത്ത ആളുകളാണ് വികസിത കേരളം എന്ന പല നമ്പറുമായി രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഞങ്ങളിപ്പോ കേരളം പിടിച്ച് എന്തൊക്കെ കാണിക്കും എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത്. മാത്രമല്ല, നിലവിൽ ഇപ്പോൾ ഈ 2020 NDA മുന്നണിയിലേക്ക് വന്നതോടുകൂടി തന്നെ സത്യത്തിൽ BJP ആകപ്പെട്ടിരിക്കുകയാണ്, NDA ആകപ്പെട്ടിരിക്കുകയാണ്. കാരണം സാബു എം ജേക്കബ് വലിയ തലവേദനയായി മാറുകയാണ്. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് BJPയിലെ തന്നെ ഒരു പ്രധാന നേതാവുമായി സംസാരിച്ചപ്പോൾ ആ നേതാവ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇയാൾ തലവേദനയായിട്ട് മാറും എന്നാണ് തോന്നുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: സ്ഥാനാർത്ഥികളൊക്കെ നല്ല നല്ല അത്യാവശ്യം ഞങ്ങൾക്ക് വേറോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ കണ്ട സീരിയലിലും അതുപോലെ തന്നെ റിയാലിറ്റി ഷോയിലും ഒക്കെ ഉള്ള ആളുകളെയാണ്. സത്യത്തിൽ വലിയ അബദ്ധമായി പോയി. രാജീവ് ചന്ദ്രശേഖർ ഈ പാർട്ടിയെ കൊണ്ടുപോയി നശിപ്പിക്കും എന്നാണ് പറഞ്ഞു കേട്ടത്. അതായത് രാജീവ് ചന്ദ്രശേഖർ ഈ അധ്യക്ഷനായി വന്ന ശേഷം സ്വന്തം പാർട്ടിയിലുള്ള അണികൾക്കും നേതാക്കൾക്കൊന്നും സീറ്റ് കൊടുക്കാതെ ഇങ്ങനെ വലിഞ്ഞു കയറി വരുന്ന എല്ലാവർക്കും സീറ്റ് കൊടുക്കുകയാണ് എന്നാണ് പരക്കെ ഉള്ള ഒരു ആക്ഷേപം. ഈ നേതാവ് എൻ്റെ അടുത്ത് അത് തന്നെയാണ് പറഞ്ഞത്. എന്തോ ആകട്ടെ, നിലവിൽ ഇപ്പോൾ ഈ 2020 എന്ന് പറയുന്ന പാർട്ടി ഇപ്പോ NDA അല്ലെങ്കിൽ ചീഞ്ഞിറക്കുന്ന ഒരു മുന്നണിയായിരുന്നു. ആ മുന്നണിക്ക് കുറച്ചുകൂടി ചീച്ചൽ ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയേണ്ടത്. ഇനി എന്തുകൊണ്ട് സാബു എം ജേക്കബ് മത്സരിക്കുന്നില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട്. സാബു എം ജേക്കബ് എന്തുകൊണ്ടാണ് മത്സരിക്കാത്തത്? പെരുമ്പാവൂരിലെ സാബു എം ജേക്കബ് മത്സരിക്കും, അല്ലെങ്കിൽ ലവിടെ മത്സരിക്കും, ലിവിടെ മത്സരിക്കും എന്നൊക്കെ പറഞ്ഞ് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ പല പോസ്റ്റുകളും കണ്ടപ്പോൾ ഞാൻ അന്നേ പറഞ്ഞിരുന്നതാണ് ഇയാൾ മത്സരിക്കില്ല. എന്താണ് കാരണം? അത് പറയാം. സാബു എം ജേക്കബ് എവിടെ മത്സരിച്ചാലും അയാൾ 8 നിലയിൽ പൊട്ടുമെന്ന് നന്നായി സാബുവിനറിയാം. സാബു എം ജേക്കബ് പിന്നെ എന്തിനാണ് ഈ NDA മുന്നണിയിലേക്ക് പോയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സാബു എം ജേക്കബിന്റെ 2020 എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് കുന്നത്നാട് നിയമസഭാ മണ്ഡലത്തിലാണ്. ചില പഞ്ചായത്തുകൾ അയാളുടെ കയ്യിലുണ്ടായിരുന്നു. ആ പഞ്ചായത്തുകളിലെ അയാളുടെ ശക്തികൾ നഷ്ടപ്പെട്ടതോടുകൂടി തന്നെ ഇനി ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അയാളുടെ പ്രേമലുമായിട്ടുള്ള പാർട്ടിയിലേക്ക് പോയി, സംഘപരിവാർ പാളയത്തിൽ പോയി കയറി അയാൾക്ക് പറ്റുന്ന പാർട്ടിയിൽ അയാൾ പോയി ചേർന്നു എന്നുള്ളതാണ്. ചേർന്ന ശേഷമോ നിലവിൽ ആ പാർട്ടിയിലുള്ള നിരവധി ആളുകൾ പോയി എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 2020 നേരിടാൻ പോകുന്നത് കനത്ത തിരിച്ചടിയാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം പിടിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി പിടിച്ച വോട്ടുകളുടെ പകുതി പോലും ഇത്തവണ പിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സാബു എം ജേക്കബ് സ്ഥാനാർത്ഥിയായി മത്സരിക്കണം, അല്ലെങ്കിൽ മത്സരിക്ക് എന്ന് ആരെങ്കിലും ഒന്ന് വെല്ലുവിളിച്ച് നോക്ക്, അയാൾ അതിൽ പിടിക്കുപോലുമില്ല. എന്താണ്? സാബു എം ജേക്കബ് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ കെട്ടിവെച്ച പൈസ പോലും കിട്ടില്ല എന്നുള്ള കാര്യം നന്നായി സാബുവിനറിയാം. അതുകൊണ്ട് സാബു ഇങ്ങനെ ആളുകളേക്ക് ഇട്ടുകൊടുക്കും, അല്ലാതെ സാബു നിന്ന് നാറാനായിട്ട് എന്തായാലും ഉണ്ടാവില്ല. സാബു എം ജേക്കബിന്റെ അല്ലെങ്കിൽ ഒരു NDAയുടെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജികൾ, അല്ലെങ്കിൽ NDAയുടെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള അവരുടെ പല രീതിയിലുള്ള നീക്കങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരിയാണ് കേട്ടോ വന്നു പോകുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇത് വല്ലാത്തൊരു കോമഡി എന്ന് പറയാതെ വയ്യ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, പിറ്റേ ദിവസം സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് എടുത്ത് മാറ്റുന്നു. അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടങ്ങി, പ്രചരണം തുടങ്ങി, മൊത്തത്തിൽ ഒരു കോമഡി പീസായി മാറുന്ന കാഴ്ച കാണുകയാണ് BJP. ഞങ്ങളിപ്പോ കോമഡി പീസ് അല്ലഹേ എന്ന് പറയാൻ വേണ്ടി ശ്രമം നടത്തുന്നതിനിടയിലാണ് വമ്പം കോമഡി കാണിക്കുന്ന സാബു എം ജേക്കബ് ഈ പാളയത്തിലേക്ക് വന്നു കയറി. ഇപ്പൊ മൊത്തത്തിൽ കോമഡിയായി മാറിയിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. സാബു എം ജേക്കബിന്റെ പാർട്ടിയുടെ ചിഹ്നം എന്താണ്? ചക്കയാണ്. അത് അതിലും വലിയ രസമാണ്. സാബു എം ജേക്കബ് മാങ്ങാ ചിഹ്നത്തിലോ, അവരുടെ ചിഹ്നം മാങ്ങയായിരുന്നല്ലോ, മാങ്ങാ ചിഹ്നത്തിലോ അല്ലെങ്കിൽ NDAയുടെ താമരയിലൊന്നും ഇദ്ദേഹം മത്സരിക്കുന്നില്ല. പകരം കണ്ടുപിടിച്ചത് ചക്കയാണ്.
എന്തുകൊണ്ടാണ് ചക്ക ചിഹ്നത്തെ ഇദ്ദേഹം ഉയർത്തിക്കാട്ടിക്കൊണ്ട് നമുക്ക് ചക്കയിൽ മത്സരിക്കാമെന്ന് പറഞ്ഞത്? സാബു എം ജേക്കബ് ഇത്രയും നാളും പറഞ്ഞുകൊണ്ട് നടന്നത് എന്താണെന്ന് അറിയാമോ? അതായത് ഞാനൊരു പാർട്ടിയിലേക്കില്ല, രാഷ്ട്രീയക്കാർ മുഴുവൻ കള്ളന്മാരും അഴിമതിക്കാരുമാണ് എന്ന് പറഞ്ഞാണ് ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്നത്. അവസാനം എങ്ങോട്ടേക്കാണ് പോയിട്ടുള്ളത്? ഇപ്പൊ പോയിട്ടുള്ള NDA മുന്നണിയിലേക്കാണ്. BJPക്ക് ഇവിടെ യാതൊരു രീതിയിലുള്ള വോട്ടുമില്ല എന്നും വോട്ട് ഷെയർ ഇല്ല എന്നും ഈ ഇലക്ഷനിലൊക്കെ ഈ പറയുന്നത് പോലെ ഇവരൊക്കെ മത്സരിക്കുന്നത് പൈസ ഉണ്ടാക്കാനാണ്, കോടികൾ ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ സാബു എം ജേക്കബ് പോയിട്ടുള്ളത് എങ്ങോട്ടേക്കാണ്? NDA മുന്നണിയിലേക്കാണ്. അപ്പോ പറയുന്ന വാക്കും പ്രവൃത്തിയുമായിട്ട് ഒട്ടും യോജിക്കാത്ത ഒരു മനുഷ്യനാണ് സാബു എം ജേക്കബ് എന്ന് പറയുന്നത്. അയാളുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു വിഭാഗം ആളുകളെ തൂക്കിവിറ്റു NDAക്ക് എന്ന് പറയുന്നതാണ് ശരി. അതായത് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും ഇല്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയവാദം പ്രചരിപ്പിച്ച് ഈ നാട്ടിലെ കുറെ ആളുകളെയൊക്കെ പറ്റിച്ച് അവസാനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച് ചില പഞ്ചായത്തുകളൊക്കെ ഇയാള് പിടിച്ചെടുത്ത ശേഷം അവസാനം അവര് പോലും അറിയാതെ, അവരുടെ പോലും സമ്മതമില്ലാതെ ഈ പാർട്ടി അവിടെ പോയി ലയിക്കുകയാണ്. എന്നിട്ട് ഇപ്പോ സാബു എം ജേക്കബിന് എന്താണ് കിട്ടിയിരിക്കുന്ന പണി? സാബു എം ജേക്കബിന് മനസ്സിലായി പണി പാളിയെന്ന്. ഇനി സാബു എം ജേക്കബിന് നിലനിൽപ്പില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാബു എം ജേക്കബിന്റെ പാർട്ടി പൂർണ്ണമായും തീരും. നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ ഇതിന്റെ എല്ലാ അട്ടപടലം പണിയും തീരാനുള്ള സാധ്യത 100-ൽ 150% ഉണ്ട് എന്ന് വേണമെങ്കിൽ തന്നെ നിങ്ങൾ കരുതിക്കൂ. കാരണം അമ്മാതിരി അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാബു എന്ന് പറയുന്ന ഇയാൾക്ക് വ്യക്തമായ രാഷ്ട്രീയമോ കാഴ്ചപ്പാടോ ഒന്നുമില്ല. ഇയാൾ ഇതുവരെ സ്വീകരിച്ച നിലപാടുകൾ, ഇതുവരെ ഇയാൾ പറഞ്ഞ നുണകൾ, ഇതൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ സാബു എം ജേക്കബ് എന്ന് പറയുന്ന സംഘപരിവാറുകാരനായിട്ടുള്ള ഇയാളുടെ കപടമുഖം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് പറയാനുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇയാൾ ഇവിടെ മത്സരിച്ച ശേഷം ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇയാൾ ഇവിടെ മത്സരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇയാളുടെ പാർട്ടി ഇവിടെ മത്സരിക്കുമ്പോൾ കേട്ടോ, ഇയാൾ മത്സരിക്കില്ല, കാരണം ഇയാൾക്ക് പേടിയാണ്. മത്സരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിന്റെ മുൻ DCC ജനറൽ സെക്രട്ടറിയാണ്, ബാബു ദിവാകരനാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. സ്വന്തം പാർട്ടിയിലുള്ള ഒരാളെ പോലും നിർത്താൻ കഴിയാത്ത ഒരു അവസ്ഥ 2020 ഉണ്ടെന്നുള്ളതാണ്. അതായത് ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആളുകൾ വോട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയില്ലാത്തത് കൊണ്ട് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. 2020 എന്ന് പറയുന്ന പാർട്ടിക്ക് ഈ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു റോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു റോളുമില്ല. NDA 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടതിനേക്കാൾ വലിയ തിരിച്ചടിയാകും നേരിടാൻ പോകുന്നത്. അവർ കൊടുത്തിട്ടുള്ള സീറ്റുകളിൽ 2020 കൊടുത്തിട്ടുള്ള സീറ്റുകളിൽ അമ്പേ പരാജയമായ വലിയ തിരിച്ചടികളൊക്കെ നേരിടും. ഇപ്പൊ തന്നെ തൃപ്പൂണിത്തുറ സീറ്റ് 2020 കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ BJP നേതാക്കളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ ഉയർന്നു കേൾക്കുകയല്ലേ. അപ്പോ പൊതുവെ മൊത്തത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് വലിയ തലവേദനയായി മാറാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എല്ലാ സീറ്റുകളും അമ്പേ പരാജയമായി മാറിക്കഴിയുമ്പോൾ പ്രവർത്തകരും നേതാക്കളും രാജീവ് ചന്ദ്രശേഖരോട് പറയും, നിങ്ങൾ 2020 സീറ്റുകൾ കൊടുത്തത് മൂലം BJP വോട്ടുകളിൽ ചോർച്ച സംഭവിച്ചു, BJPക്ക് വലിയ തകർച്ച സംഭവിച്ചു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകും. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കോർപ്പറേറ്റ് മുതലാളി BJP എന്ന് പറയുന്ന പാർട്ടിയെ വിട്ട് പൊടിയാക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഈ മറുനാടൻ മലയാളി BJPയുടെ അല്ലെങ്കിൽ NDAയുടെ പുക കണ്ടിട്ടേ അടങ്ങുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.